എല്ലാവർക്കും നമസ്കാരം. നമുക്കൊരു ടെലിസ്കോപ്പ് ഉണ്ടാക്കിയാലോ? 200 രൂപയ്ക്ക്. നമ്മൾ പലപ്പോഴും ടെലിസ്കോപ്പിനെ കുറിച്ച് പറയുമ്പോൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ടെലിസ്കോപ്പ് ഭയങ്കര എക്സ്പെൻസീവ് ഒരു സാധനമല്ലേ, അല്ലെങ്കിൽ സ്റ്റുഡൻസ് പേരൻസിൻ്റെ അടുത്ത് ഒരു ടെലിസ്കോപ്പ് വാങ്ങിച്ചു കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ നെറ്റിൽ നോക്കുമ്പോൾ 5000 10,000 ഒക്കെ കാണും, അല്ലെങ്കിൽ അതിനേക്കാളും മുകളിലോട്ടുള്ള വാല്യൂസ് കാണുമ്പോൾ പലപ്പോഴും പേരൻസ് ഇത് മടിക്കാറുണ്ട്. അത് കാരണം തന്നെ കുട്ടികൾക്ക് ഇത് ആകാശത്തേക്ക് നോക്കാനൊരു അവസരം നഷ്ടപ്പെട്ടു പോകാറുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു ഉപകരണം കിട്ടാനുള്ള ഒരു അവസരം നഷ്ടപ്പെട്ടു പോകാറുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്കൊരു 200-250 രൂപയ്ക്ക് നമുക്ക് അത്യാവശ്യം മൂണിന്റെ ക്രിയേറ്റേഴ്സ് ഒക്കെ കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് 5 പ്ലാനറ്റ്സിനെ ഒന്ന് ശ്രമിച്ചാൽ വേണമെങ്കിൽ അതിൽ 1-2 പ്ലാനറ്റ്സിന്റെ മൂണിനെയും കാണാൻ പറ്റുന്ന സൈസിലുള്ള ടെലിസ്കോപ്പ് ഉണ്ടാക്കാൻ ഒരുപാട് എക്സ്പെൻസീവ് ആവത്തില്ല. അപ്പൊ നമുക്ക് ഒരു ലോ ബഡ്ജറ്റ് ടെലിസ്കോപ്പിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. പതുക്കെ പതുക്കെ അതിനകത്ത് ഓരോ അപ്ഗ്രേഡ്സ് വരുത്തിയാൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും, ഉദാഹരണത്തിന് ലെൻസിന്റെ വലിപ്പം കൂട്ടിയാൽ അല്ലെങ്കിൽ ഇതിന്റെ ലെങ്ത് കൂട്ടിയാൽ എന്തൊക്കെ മാറ്റം വരും, അതിന് എന്ത് കോസ്റ്റ് വരും എന്നുള്ളത് നമുക്കൊന്ന് നോക്കിക്കാണാം. നമുക്ക് എന്തെല്ലാം വേണം എന്നുള്ളത് ആദ്യം നോക്കാം. ടെലിസ്കോപ്പിന് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട ലെൻസാണ്. അപ്പോൾ ഈ ചാനൽ ഓൾറെഡി കാണുന്നവർക്ക് അറിയായിരിക്കും, നമ്മൾ ലെൻസ് മാത്രമല്ല മിറർ വെച്ചും ടെലിസ്കോപ്പ് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇതൊരു ലോ ബഡ്ജറ്റ് ടെലിസ്കോപ്പ് ആയതുകൊണ്ട് നമുക്ക് തൽക്കാലം ലെൻസിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. നമുക്ക് 2 ടൈപ്പ് ലെൻസാണ്. നമ്മൾ നോക്കുന്ന വസ്തുവിന്റെ സൈഡിൽ നിൽക്കുന്നതിനെ ഒബ്ജക്റ്റീവ് എന്നും കണ്ണിന്റെ സൈഡിൽ നിൽക്കുന്നതിന് ഐ പീസ് എന്നും വിളിക്കും. ഇപ്പൊ എല്ലാ ടെലിസ്കോപ്പിനും ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും, ഒരു ഐ പീസ് ഉണ്ടാവും. ഒബ്ജക്റ്റീവും ഐ പീസും യൂസ് ചെയ്യുന്നത് ബൈകോൺവെക്സ് ലെൻസസ് ആണ് ഈ ഒരു എക്സ്പെരിമെന്റിൽ, അല്ലെങ്കിൽ ഈ ഒരു ടെലിസ്കോപ്പ് നിർമ്മാണത്തിൽ. ബൈ എന്ന് പറഞ്ഞാൽ 2, കോൺവെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ലെൻസാണ്. രണ്ടും അങ്ങനെയാണ്. ഇതിന് കുറച്ച് ആ ഒരു കോൺവെക്സിറ്റി കൂടുതലുണ്ടെന്നുള്ളതേ ഉള്ളൂ. അതെന്തുകൊണ്ടാണെന്നുള്ളത് പറയാം. അപ്പൊ നമ്മൾ ഒബ്ജക്റ്റീവ് പറഞ്ഞല്ലോ, നമ്മൾ ആ നോക്കുന്ന മൂണിനെയാണ് നോക്കുന്നതെങ്കിൽ മൂണിന്റെ സൈഡിൽ ഇരിക്കുന്നത് ഒബ്ജക്റ്റീവ് ആണ്. ഒബ്ജക്റ്റീവിന് ഒരു ഫോക്കൽ ലെങ്ത് ഉണ്ട്, ഒരു ഡയമീറ്റർ ഉണ്ട്. നമ്മൾ കടയിൽ പോയിട്ട് ലെൻസ് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ഫോക്കൽ ലെങ്തും എത്ര ഡയമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്, ലെൻസിന് വേണമെന്നാണ് പറയുക. അതേപോലെ തന്നെ ഇതിനൊരു ഒബ്ജക്റ്റീവും ഒരു ഫോക്കൽ ലെങ്തും ഉണ്ട്. അപ്പൊ ഫോക്കൽ ലെങ്ത് എന്താണെന്ന് പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോകാം. അപ്പൊ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ലൈറ്റ് വീഴുന്നു, ഈ ലൈറ്റ് എല്ലാം ഒരു കേന്ദ്ര ബിന്ദുവിലേക്ക് അത് ബെൻഡ് ചെയ്ത് മീറ്റ് ചെയ്യുന്നു. ഇതാണ് ഒരു ലെൻസിന്റെ ഫംഗ്ഷൻ. അപ്പൊ എത്ര ഡിസ്റ്റൻസിലാണ് അത് മീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഫോക്കൽ ലെങ്ത്. അത് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരു ലെൻസ് എടുക്കാം. നമ്മൾ ഐ പീസിൽ വയ്ക്കാൻ ഉദ്ദേശിച്ച ലെൻസാണ്. ഇവിടെ ഒരു ട്യൂബ് ഉണ്ട്, ട്യൂബിൽ നിന്ന് ലൈറ്റ് വരുന്നുണ്ട്. അപ്പൊ ആ ട്യൂബിനെ ഞാൻ ഇതിനകത്തോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. കണ്ടോ? അപ്പൊ ഈ ഡിസ്റ്റൻസിലാണ്, അതായത് ഈ ഇതിന്റെ ഫോക്കൽ ലെങ്ത് 5 ആണ്, 5 സെന്റിമീറ്റേഴ്സ് ആണ്. ഈ 5 സെന്റിമീറ്റേഴ്സിലാണ് ഈ ദൂരെയുള്ള ട്യൂബിന്റെ ലൈറ്റ് ഫോക്കസ്ഡ് ആവുന്നത്. ഇന്ന് ഇൻട്രസ്റ്റിംഗ് ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്. നമ്മൾ ഇരുട്ടത്തിന് മൊബൈൽ ഫോൺ എടുത്തിട്ട് ഒരു ലെൻസ് വെച്ചിട്ട് നമുക്ക് മൊബൈൽ ഫോണിൽ കാണുന്ന ഫോട്ടോയോ വീഡിയോ നമുക്ക് ചുവരിലേക്ക് പ്രൊജക്ട് ചെയ്യാൻ പറ്റും. അത് മറ്റൊരു കാര്യമാണ്. ശരി, അപ്പൊ ഇത് 5 സെന്റിമീറ്റർ ആണെന്നുള്ള ഒരു ഐഡിയ കിട്ടിയല്ലോ. ഈ ഐ പീസിൽ ഇരിക്കുന്ന ബൈകോൺവെക്സ് ലെൻസ്. അപ്പൊ അടുത്തത് ഈ കടയിൽ പോയിട്ട് ഈ ഒബ്ജക്റ്റീവിന്റെ ലെൻസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ബൈകോൺവെക്സ് ലെൻസ് 5 സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത് എന്ന് പറയുമ്പോൾ ഒരു ഡയമീറ്റർ ചോദിക്കും, എത്ര വട്ടം ഉണ്ട്. അപ്പൊ നമ്മളിപ്പോൾ ഉണ്ടാക്കാനുള്ള സൗകര്യത്തിന് ഇത് 40 മില്ലിമീറ്റേഴ്സ് ആണ്, അതായത് 4 സെന്റിമീറ്റേഴ്സ് ഉള്ളതാണ് എടുത്തേക്കുന്നത് ഐ പീസിന്. ഒബ്ജക്റ്റീവിന് 5 സെന്റിമീറ്റേഴ്സ് ഉള്ളതാണ് എടുത്തേക്കുന്നത് ഡയമീറ്റർ. ഫോക്കൽ ലെങ്ത് 50 ആണ്. ഇപ്പൊ 50 എന്ന് പറയുമ്പോൾ വീണ്ടും ഞാൻ ഇത് എടുക്കുന്നു, ആ ട്യൂബിനെ പ്രൊജക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നു. നിങ്ങൾക്ക് ആ ട്യൂബ് കാണാൻ പറ്റുന്നു നോക്കുന്നുണ്ട്, ആ ട്യൂബ് കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പൊ ഈ ലെങ്തിലാണ് ഇതിന്റെ ഫോക്കൽ ലെങ്ത്. നേരത്തെ ഓർമ്മയുണ്ടാവും, ഇതിന്റെ ഫോക്കൽ ലെങ്ത് വളരെ ചെറുതാണ്. ഇനി നമ്മൾ വേറെ ചില ലെൻസ് ഒക്കെ എടുത്താൽ അതിന്റെ ഫോക്കൽ ലെങ്ത് അതിനേക്കാളും ചെറുതായിരിക്കും. ഈ ലെൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഫോക്കൽ ലെങ്ത് തീരെ ചെറുതാണ്, കാണാൻ പറ്റുന്നുണ്ടോ? തീരെ ചെറിയൊരു ഫോക്കൽ ലെങ്ത് ആണ്. അപ്പോ എന്താണ് ഈ ഫോക്കൽ ലെങ്ത്തിൽ വ്യത്യാസം വരുന്നത് എന്നുള്ളത് കൂടെ പറഞ്ഞു പോകാം. ഒബ്ജക്റ്റിന്റെ ഫോക്കൽ ലെങ്ത് ഞാൻ പറഞ്ഞു, ഇത് 50 സെന്റിമീറ്റേഴ്സ് ആണെന്നുള്ളത് പറഞ്ഞു. ഇത് 5 സെന്റിമീറ്റേഴ്സ് ആണെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ 50 സെന്റിമീറ്ററും 5 സെന്റിമീറ്റർ ഉപയോഗിച്ചാണ് ഞാൻ ടെലിസ്കോപ്പ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ടെലിസ്കോപ്പ് നമ്മുടെ കണ്ണെന്ന് കാണുന്ന വസ്തുവിനെ 50 ഡിവൈഡഡ് ബൈ 5, അതായത് 10 ഇരട്ടി മാഗ്നിഫൈ ചെയ്യും. നമ്മൾ കാണുന്ന വസ്തുവിന്റെ മാഗ്നിഫിക്കേഷൻ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് കൂട്ടുകയോ ഐ പീസിന്റെ ഫോക്കൽ ലെങ്ത് കുറയ്ക്കുകയോ ചെയ്യാം. കാരണം ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ റേഷ്യോ അങ്ങനെ വരും. ഇതിന്റെ ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് പറയാണ്, ഇത് 5 സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത്, ഇത് 50 സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത്, ഇത് 4 സെന്റിമീറ്റർ അല്ലെ 40 മില്ലിമീറ്റേഴ്സ് ഡയമീറ്റർ, ഇത് 50 മില്ലിമീറ്റേഴ്സ് ഡയമീറ്റർ. അപ്പൊ ഇനി നമുക്ക് ബാക്കി ടൂൾസിലേക്ക് കടക്കാം. നമുക്ക് വേണ്ടത് PVC പൈപ്പാണ്. ഈ PVC പൈപ്പിന്റെ വട്ടം അഥവാ ഡയമീറ്റർ നമ്മുടെ ഒബ്ജക്റ്റീവിന്റെ ഡയമീറ്ററിന് സെയിം ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ വെക്കാൻ പറ്റുന്നത്. അപ്പൊ ആ ലെൻസിനെ അവിടെ ഹോൾഡ് ചെയ്യാനായി
നമ്മളൊരു കപ്ലിംഗ് എടുക്കുന്നു. ഈ കപ്ലിംഗ് ഇതിനകത്ത് വെക്കുന്നു. ഇത് PVC കപ്ലിംഗ് ആണ്, എല്ലാ കടയിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ നമുക്ക് ആദ്യം ലെൻസ് വെക്കുന്നു, അതിന്റെ പുറത്ത് കപ്ലിംഗ് വെക്കുന്നു, ടൈറ്റ് ആയിട്ടിരിക്കുന്നു. ഓക്കെ, ചെറിയ 1-2 പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഞാൻ അതിലേക്ക് കടക്കാം. ഞാൻ തൽക്കാലം ബാക്കി കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിലേക്ക് വരാം. അടുത്തത് നമുക്ക് ഈ ലെൻസ് ഇവിടെ വെച്ച് കപ്ലിംഗ് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ഇത് 50 മില്ലിമീറ്റേഴ്സ് ആണെന്നുള്ളത് പറഞ്ഞല്ലോ. നമുക്ക് 40 മില്ലിമീറ്റേഴ്സിന്റെ ഒരു പൈപ്പിന്റെ കഷ്ണം വേണം. ആ ഡയമീറ്ററും ഈ ഐ പീസിന്റെ ലെൻസിന്റെ ഡയമീറ്ററും സെയിം ആയതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ആ ഐ പീസ് വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഇതിനകത്ത് സ്ലൈഡ് ചെയ്യണമല്ലോ, എന്നാലും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഒരു റെഡ്യൂസർ എടുക്കുന്നുണ്ട്. PVC റെഡ്യൂസർ ആണ്. 50 മില്ലിമീറ്റേഴ്സ് ടു 40 മില്ലിമീറ്റർ റെഡ്യൂസർ ആണ്. അപ്പൊ നമുക്ക് ഒരു പൈപ്പ് അതിനകത്തോടെ സ്ലൈഡ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം വരും. ഈ റെഡ്യൂസറിനകത്തൊരു സ്റ്റെപ്പ് ഉണ്ട്. അത് നമ്മുടെ PVC ഫിറ്റിംഗ് ആണെങ്കിൽ വന്ന് അടഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ആ സ്റ്റെപ്പ് ഗ്രൈൻഡ് ചെയ്ത് കളയണം. എന്തൊക്കെ ടൂൾസ് വെച്ച് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ബ്ലേഡ് ഇട്ട് വേണമെങ്കിൽ അതിന്റെ ആ ഒരു സ്റ്റെപ്പ് കട്ട് ചെയ്ത് കളയാൻ പറ്റും. പക്ഷെ എന്നാലും നമുക്ക് ഈ പൈപ്പ് കുറച്ച് ടൈറ്റ് ആയിരിക്കും. നമുക്ക് വേണ്ടത് ഒരു സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യുന്ന പൈപ്പ് വേണം, എന്നാൽ മാത്രമേ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതേപോലെയുള്ള സാൻഡ് പേപ്പർ, ഈ തുണിയിൽ ഉള്ള സാൻഡ് പേപ്പർ കിട്ടും. ഇത് വാങ്ങിച്ച് നമുക്ക് കൈ കൊണ്ട് ഇത് കീറിയെടുക്കാൻ പറ്റും കേട്ടോ. അതായത് ഇതിന്റെ കുറച്ച് പീസ് മാത്രം നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ കീറി എടുത്തിട്ട് ഇത് വെച്ച് നമുക്ക് സാൻഡ് ചെയ്ത് കളയാൻ പറ്റും. അത് കുറച്ച് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തടിക്ക് ഉപയോഗിക്കുന്ന റാസ്പ് ഫയൽ എന്നൊരു ഫയലുണ്ട്. ഫയൽ ഉപയോഗിക്കാൻ പറ്റും. ഫയൽ ഉപയോഗിച്ചതിന്റെ പാട് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഫയൽ ഉപയോഗിച്ചതിന്റെ പാട്. ഇതൊന്നുമല്ല, നിങ്ങൾക്ക് വീട്ടിലൊരു ഡ്രിൽ ഉണ്ടെങ്കിൽ ഡ്രില്ലിന്റെ അറ്റത്ത് വെക്കാൻ പറ്റുന്ന ഇങ്ങനൊരു ഗ്രൈൻഡിങ് ടൂൾ കിട്ടും. ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡ്രില്ല് വെച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രൈൻഡ് ചെയ്യാം. ഇത് രണ്ടിനും ഇടയ്ക്കൊരു പരിപാടിയുണ്ട്. നമ്മളിപ്പോ ഇത് ടയർ ചെയ്തെടുത്തില്ലേ, ഇതൊരു ഡ്രിൽ ബിറ്റിന്റെ അറ്റത്ത് ചുറ്റി അത് ഡ്രില്ലിന്റെ ചക്കിൽ പിടിപ്പിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യു യൂസ് ഐ പ്രൊട്ടക്ഷൻ. കണ്ണ് എന്തെങ്കിലും ഗ്ലാസ് എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യണം എന്ന് ശ്രദ്ധിക്കുക. കൊച്ചു കുട്ടികൾ ചെയ്യുകയാണെങ്കിൽ മുതിർന്ന ആരുടെയെങ്കിലും സാന്നിധ്യത്തിൽ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ അത്രയും കാര്യങ്ങളായി. അപ്പൊ നമുക്ക് ഒരു PVC പൈപ്പ്, ഇതിന് ഒപ്റ്റിക്കൽ ട്യൂബ് എന്നാണ് പറയുന്നത്. എല്ലാ ടെലിസ്കോപ്പിന്റെയും മെയിൻ പൈപ്പിന് ഒപ്റ്റിക്കൽ ട്യൂബ് എന്നാണ്. ഒപ്റ്റിക്കൽ ട്യൂബ് ഉണ്ട്. നമുക്ക് ഈ കപ്ലിംഗ് ഉണ്ട്. ഈ കപ്ലിംഗിന്റെ പറഞ്ഞിട്ട് ഒന്നുകൂടെ പറയാം. നമുക്ക് ആ ലെൻസ് അകത്ത് വെച്ചിട്ട് അടച്ചു കഴിയുമ്പോൾ ലെൻസ് അവിടെ ഇരുന്നോളും. ഇതാണ് ആ ലെൻസ്. ഇപ്പുറത്തും ആ ലെൻസ് ഇട്ട് അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് സ്റ്റെപ്പ് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. അടുത്തൊരു പ്രോബ്ലം, ഇതിന്റെ ലെങ്ത് എത്രയാണെന്ന് ഉള്ളത് പറഞ്ഞില്ല. ആ ലെങ്തിലേക്ക് കിടക്കാം. നമുക്ക് ഈ ലെങ്ത് എന്ന് പറയുന്നത്, അതായത് ഈ ഒപ്റ്റിക്കൽ ട്യൂബിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് ആണ്. അതായത് നമുക്ക് 50 സെന്റിമീറ്റേഴ്സ് അല്ലേ ഫോക്കൽ ലെങ്ത് കിട്ടിയത്. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നു തോന്നുന്നു 50 ആണ്. അപ്പൊ 50 സെന്റിമീറ്റേഴ്സ് ലെങ്ത് ഉള്ള ഒപ്റ്റിക്കൽ ട്യൂബും റെഡ്യൂസറും കഴിഞ്ഞ അകത്തുള്ള ചെറിയ ഡയമീറ്റർ 40 mm പൈപ്പിന് വലിയ ലെങ്ത് വേണം നിർബന്ധമില്ല. അത് ജസ്റ്റ് കുറച്ച് ഫോക്കസ് ചെയ്യാവുന്നൊരു ഉദ്ദേശമേ ഉള്ളൂ, അത്ര സ്പെസിഫിക് അല്ല. അപ്പോൾ ഇത്രയും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ കണ്ടു തുടങ്ങാൻ പറ്റും. ഇവിടുന്ന് ഫോക്കസ് ചെയ്ത് കാണിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ക്യാമറയിൽ അത് പറ്റുന്നില്ല. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ശരി, നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് എന്നുള്ളത് പറയാം. അപ്പൊ എനിക്ക് ഇതുകൊണ്ട് എത്ര ഇരട്ടി കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്? നമുക്ക് 10 ഇരട്ടി കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. 50/5 ആണ്. എനിക്കിതിനെ കുറച്ചും കൂടെ സൂം ചെയ്യണം. എങ്കിൽ എന്താണ് മാർഗം? സ്വാഭാവികമായിട്ടും കണ്ണിൽ വെക്കുന്ന ഐ പീസ് മാറ്റുക എന്നുള്ളതാണ് എൻ്റെ. അപ്പൊ അങ്ങനെ മാറ്റണമെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള ഐ പീസസ് കിട്ടും. അത് വാങ്ങിച്ച് ഇതിനകത്ത് ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൂടെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇതുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ടെലിസ്കോപ്പിന് ചെറിയ പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. അതിന്റെ പേര് ക്രോമാറ്റിക് അബറേഷൻ എന്നാണ്. ക്രോമാറ്റിക് അബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും, നമ്മളൊരു പ്രിസം എടുത്ത് ലൈറ്റ് അതിനകത്തോട്ട് വിട്ടാൽ, സൂര്യപ്രകാശം അതിനകത്തോട്ട് വിട്ടാൽ അത് സപ്തവർണ്ണങ്ങളായി വിഘടിച്ച് സെപ്പറേറ്റഡ് ആയിട്ട് കാണാൻ പറ്റും. അതേ പ്രോപ്പർട്ടി ലെൻസിനും ഉണ്ട്. ഈ ലെൻസ് ഒരു പ്രിസം പോലെ ആക്ട് ചെയ്തിട്ട് നമ്മൾ ഈ കാണുന്ന വസ്തുവിന്റെ എഡ്ജിലുള്ള കളേഴ്സ്, ഇല്ലാത്ത കളേഴ്സ് നമ്മൾ കണ്ടു തുടങ്ങും. ഉദാഹരണത്തിന് മൂണിനെ നോക്കി ഒരു സൈഡ് റെഡും ഒരു സൈഡ് ബ്ലൂവും ഇങ്ങനെ ഹ്യൂ ആണ്. അപ്പൊ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള മെത്തേഡിലേക്ക് കിടക്കാം. എന്താണ് മാർഗം? ഈ ലെൻസ് ഒരു പ്രിസം പോലെ ആക്ട് ചെയ്യുന്നത് കൊണ്ടാണല്ലോ നമ്മൾ ക്രോമാറ്റിക് അബറേഷൻ ഫീൽ ചെയ്യുന്നത്. അതിന്റെ സൊല്യൂഷനാണ് ഇങ്ങനെ കുറച്ച് വീതിയുള്ള ലെൻസ്. ഈ ലെൻസിന്റെ പേര് അക്രോമാറ്റിക് ലെൻസ് എന്നാണ്. അക്രോമാറ്റിക്സ് ഡബിളറ്റ് എന്നൊക്കെ പറയും. എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ 2 ലെൻസ് ഒട്ടിച്ച് വെച്ചേക്കുന്നതാണെന്നുള്ളത് കാണാൻ പറ്റും. അതായത് 2 ടൈപ്പ് ലെൻസസ് ഒട്ടിച്ചുണ്ടാക്കുന്ന ഒരു കോമ്പിനേഷൻ ആണ്. ഈ ലെൻസ് അക്രോമാറ്റിക് ലെൻസ്
നേരത്തെ പറഞ്ഞ ക്രോമാറ്റിക് അബ്രേഷൻ പോലെയുള്ള പ്രോബ്ലത്തിന് ഓവർകം ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. അതായത് ലൈറ്റ് ബെൻഡ് ആവുന്നതുകൊണ്ടാണല്ലോ സപ്തവർണ്ണങ്ങളായിട്ട് മേടിക്കുന്നത്. ആ ബെൻഡ് ആവുന്നതിനെ തിരിച്ചൊന്ന് ബെൻഡ് ചെയ്ത് കറക്റ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ്. പക്ഷെ ആ ഫോക്കൽ ലെങ്ത് അങ്ങനെ തന്നെ നിൽക്കും. ഇത് നേരത്തെ പറഞ്ഞാൽ 50 സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസ് ആണ്. അപ്പൊ ഇത് മാറ്റിക്കഴിഞ്ഞാൽ, അതായത് ഇവിടെയുള്ള ലെൻസ് മാറ്റി ഈ അക്രോമാറ്റിക് ലെൻസ് ഇട്ട് കഴിഞ്ഞാൽ വളരെ ക്ലിയർ ഇമേജ്. അപ്പൊ അഡീഷണൽ എത്ര രൂപയാവും എന്നുള്ളത് പറയാം. ഈ ബേസിക് ടെലിസ്കോപ്പ് ഉണ്ടാക്കാൻ 200 രൂപ, 220 രൂപ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓരോ സ്ഥലത്തെയും കോസ്റ്റ് ഡിഫറൻസ് പോലെ. 2 ലെൻസ് വേണം, 2 ബൈകോൺവെക്സ് ലെൻസ് വേണം. ഒന്നിന്റെ ഡയമീറ്റർ 40, ഒന്നിന്റെ ഡയമീറ്റർ 50, ഒന്നിന്റെ ഫോക്കൽ ലെങ്ത് 500 മില്ലിമീറ്റേഴ്സ്, മറ്റേ ഫോക്കൽ ലെങ്ത് 50 മില്ലിമീറ്റേഴ്സ്. ഇത്രയും വെച്ചാൽ നിങ്ങൾക്ക് ടെലിസ്കോപ്പായി. പക്ഷെ ഇതിന്റെ ഒരു അപ്ഗ്രേഡ്, ഇതിന് 1-2 ചാലഞ്ചസ് കൂടെ ഉണ്ട്, ഞാനോട്ട് വരാം. അപ്പൊ നമ്മൾ അടുത്ത ഇതിലേക്ക് വന്നു. ഏതാണ്? നമ്മൾ അക്രോമാറ്റിക് ഡബ്ലറ്റിലേക്ക് വന്നു. ഈ ലെൻസിന് മാത്രം 200 രൂപയാവും. അപ്പം നിങ്ങൾ ഇതിന്റെ കൂടെ 200 രൂപയും കൂടെ കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അക്രോമാറ്റിക് ലെൻസ് ഉള്ള ഒരു ടെലിസ്കോപ്പ് കിട്ടും. നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് എഡ്ജസ് ഒന്നും ഇല്ലാണ്ട് കിട്ടും, കളേഴ്സ് ഇല്ലാണ്ട് കിട്ടും. അടുത്ത ഒരു അപ്ഗ്രേഡും കൂടെ പറയാം. അതായത് ഇപ്പൊ നമ്മൾ ഈ കപ്ലിംഗ് ഉപയോഗിച്ച് ഗ്രൈൻഡ് ചെയ്തല്ലേ അടുത്തത്. അപ്പൊ കപ്ലിംഗ് ഉപയോഗിച്ച് ഗ്രൈൻഡ് ചെയ്യാനുള്ള മെനക്കേടാണ്, ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അതിന്റെ കിറ്റ് ആയിട്ട് അവൈലബിൾ ആണ്. ഇങ്ങനത്തെ കിറ്റ് അവൈലബിൾ ആണ്. അതായത് നമുക്ക് ഇവിടെ ലെൻസ് ഇടാൻ പറ്റും. ഇപ്പുറത്തെ ഓൾറെഡി ഒരു ലെൻസ് ഉണ്ട്. ഇത് 25 മില്ലിമീറ്റേഴ്സ് ആണ് ഇതിന്റെ ഫോക്കൽ ലെങ്ത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് 20 ഇരട്ടി മാഗ്നിഫൈ. നമ്മൾ നേരത്തെ എടുത്ത PVC പൈപ്പ് 10 ഇരട്ടി മാഗ്നിഫൈ ഉള്ളൂ. ഇത് 20 ഇരട്ടി മാഗ്നിഫൈയും. നമുക്ക് ഇടയ്ക്ക് ഒരു പൈപ്പ് ഇട്ടെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇട്ടെടുത്ത് കഴിയുമ്പോൾ അത് ഇതുപോലെ ഇരിക്കും. അതായത് നമുക്ക് ഇപ്പുറത്തെ എൻഡിൽ സാധാരണ ലെൻസോ അക്രോമാറ്റിക് ലെൻസോ ഇടാം. ഇപ്പുറത്തെ എൻഡിൽ നമുക്ക് അതിന്റെ കൂടെ തന്നെ ഒരു ഐപീസ് വരുന്നുണ്ട്. നമുക്ക് ഈ 50 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു PVC പൈപ്പ് മാത്രം മതി. 2 എണ്ണം ടൈറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്, ഇത് കുറച്ച് ലൂസ് ആയിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ ലൂസ് ആണെങ്കിൽ നമ്മളിപ്പോൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇത് തുറന്ന് വീണാൽ ലെൻസ് താഴെ വീണ് പൊട്ടുന്നൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ നമ്മളൊരു മാസ്കിംഗ് ടേപ്പ് ഇട്ട് അതിൽ ചുറ്റി നമുക്ക് ടൈറ്റ് ആക്കി വെക്കാൻ പറ്റും. ഇനി അടുത്തൊരു ചോദ്യം, ഇത് 225 ആണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ഫോക്കൽ ലെങ്ത്. അപ്പോൾ നമുക്ക് 20 ഇരട്ടി മാഗ്നിഫൈ ചെയ്യാം. അപ്പോൾ ഇതിനെ അറ്റം നമുക്ക് കുറച്ചുകൂടെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ലെൻസ് കിട്ടും. നമുക്ക് ഇതിൽ ഇങ്ങനെയാണ് കേട്ടോ ഫോക്കസ് ചെയ്യുന്നത്, അപ്പ് ആൻഡ് ഡൗൺ. അത് മാറ്റി നമുക്ക് കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് ലെൻസ് ഇപ്പുറത്തിട്ടാൽ മാഗ്നിഫിക്കേഷൻ കൂടത്തില്ല, തീർച്ചയായും കൂടും. അങ്ങനെ കൂട്ടി എത്ര വരെ കൊണ്ടുപോകാൻ പറ്റും? അത് ഈ വട്ടം എത്രയാണെന്നുള്ളതനുസരിച്ചാണ്. അതായത് ഈ 40 മില്ലിമീറ്റേഴ്സ് ആണ് ഇതിന്റെ വട്ടം. ഇതിന്റെ × 2, അതായത് 80 ഇരട്ടി മാഗ്നിഫൈ ചെയ്യുന്ന രീതിയിൽ വരെ നമുക്കിതിനെ ലെൻസ് ഇട്ട് കോൺഫിഗർ ചെയ്യാം. അതിൽ കൂടുതൽ മാഗ്നിഫിക്കേഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മളതിന്റെ ഡയമീറ്റർ മാറ്റി കുറച്ചുകൂടെ വലിയ ഡയമീറ്റർ പൈപ്പിലേക്ക് പോകും. ഇതാണ് ഒരു വളരെ ബേസിക് ഇൻട്രൊഡക്ഷൻ ടെലിസ്കോപ്പിനെ കുറിച്ച്. ഞാൻ ജസ്റ്റ് ഒന്ന് സമറൈസ് ചെയ്തിട്ട് അവസാനിപ്പിക്കാം. നമുക്ക് ഒബ്ജക്റ്റീവ് ലെൻസും ഐപീസ് ലെൻസും 2 ലെൻസ് വേണം. നമുക്ക് 2 കപ്ലിംഗ് വേണം, ഒരു റെഡ്യൂസർ വേണം. നമുക്ക് ജസ്റ്റ് ലെൻസ് വെക്കുന്നു, അടയ്ക്കുന്നു. ചെറിയൊരു പ്രോബ്ലം, ചിലപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതിനകത്ത് കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും മെക്കാനിസം ചെയ്യേണ്ടി വരും. സേ ഫോർ എക്സാമ്പിൾ, ഈ ലെൻസിന്റെ ഡയമീറ്ററിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഇപ്പുറത്തോടെ ചാടി പോകുന്നുണ്ടായിരുന്നു, ഇവിടെ അത് ഇട്ടിട്ടില്ല. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പുറത്തെ ഒരു പൈപ്പിന്റെ പീസ് അകത്തോട്ട് ഇപ്പുറത്തെ എൻ്റെ കൂടെ കയറ്റിയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ ചിലപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുന്ന ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ചെയ്യാൻ മെനക്കേടാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതേപോലത്തെ ഒരു കിറ്റ് വാങ്ങിച്ചാലും മതി. കിറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് അതിന്റെ ഒരു രത്ന ചുരുക്കം. സോ